നമസ്കാരം, koyilandinews.com-ലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ സിൽക്ക് ബസാറിലെ ഡ്രൈനേജിൽ വീണ്ടും മാലിന്യം ഒഴുക്കി. നിസാർ ടാങ്കർ വണ്ടിയിൽ ദ്രാവക രൂപത്തിലുള്ള മാലിന്യമാണ് ഒഴുക്കിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. 17 മൈൽസിന്റെയും സിൽക്ക് ബസാറിന്റെയും ഇടയിലുള്ള ഡ്രൈനേജിലാണ് മാലിന്യം ഒഴുകിയത്. കൊയിലാണ്ടി ഭാഗത്തു നിന്ന് മാലിന്യവുമായി എത്തിയ നിസാർ ടാങ്കർ ദേശീയപാതയോരത്ത് വാഹനം സൈഡാക്കി. തുടർന്ന് ഒരാൾ ഇറങ്ങി വന്ന് വാഹനത്തിന്റെ വാൾവ് തുറന്ന് മാലിന്യം ഡ്രൈനേജിലേക്ക് ഒഴുക്കുകയായിരുന്നു. ഇവിടെ സ്ഥാപിച്ച CCTV-യിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത്. ശക്തമായ നടപടി പൊതുസ്ഥലത്ത് മാലിന്യ നിക്ഷേപം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയ വാഹനത്തെ കണ്ടെത്താൻ ആവശ്യമായ അവരെ പിന്തുണർന്ന് പിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ചെങ്ങോട്ടുകാവ് അണ്ടർപാസിന്റെ ഭിത്തിയിലേക്ക് ലോറി ഇടിച്ച് അപകടം. ഇന്ന് രാവിലെ 7:55-ഓടെയായിരുന്നു സംഭവം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തേക്ക് ചെങ്കല്ല് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്സവ ചടങ്ങുകൾക്കിടെ കുഴഞ്ഞു വീണ ആന ചരിഞ്ഞു. ബാലുശ്ശേരി ഗജേന്ദ്രനാണ് ചരിഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ബാലുശ്ശേരിയിൽ നിന്നും ലോറി മാർഗം മലപ്പുറത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചതായിരുന്നു. ഉത്സവ ചടങ്ങിനായി ക്ഷേത്രമുറ്റത്ത് നിർത്തിച്ചപ്പോഴാണ് കുഴഞ്ഞു വീണത്. റെയിൽവേ ബോർഡിന്റെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായി കൊയിലാണ്ടി സ്റ്റേഷനിലെ സീനിയർ എഞ്ചിനീയർ കക്കോടി സ്വദേശി സന്ദീപാണ് അർഹനായത്. ഇക്കഴിഞ്ഞ ജനുവരി 9-ന് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൽ നിന്നും മെഡൽ സ്വീകരിച്ചു.